നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂരിലെ മേയറും ത്രിശങ്കുവിലായ കമ്മ്യൂണിസ്റ്റുകാരും. സുരേഷ് ഗോപി നല്ലവൻ എന്ന് പറഞ്ഞാൽ മഹാപാപമാണോ? കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിരുന്ന MK വർഗീസ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാർട്ടിയുമായി ഇടഞ്ഞ് ഇടതുപക്ഷത്തേക്ക് കൂറുമാറിയിരുന്നു. അങ്ങനെയാണ് തൃശൂർ കോർപ്പറേഷൻ ഭരണം LDFന് കിട്ടിയത്. ഭരണം കിട്ടിയതിന് പ്രതിഫലമായി ഇടതുമുന്നണി വർഗീസിനെ മേയറാക്കി. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർക്കും മറ്റ് ഇടത് ഘടകകക്ഷി നേതാക്കൾക്കും പ്രിയങ്കരനും ഉറ്റ മിത്രവുമായ വർഗീസ് ഇപ്പോൾ അതേ നേതാക്കളുടെ ആട്ടും തുപ്പും വാങ്ങിക്കൂട്ടുകയാണ്. എന്താണ് കാരണമെന്ന് പറയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ചലച്ചിത്ര താരം സുരേഷ് ഗോപിയായിരുന്നു. UDF LDF പ്രമാണിമാരെ ഇടിച്ചു വീഴ്ത്തി തൃശൂരിനെ എടുത്ത് പോക്കറ്റിലിട്ട് ഡൽഹിക്ക് പാഞ്ഞ സുരേഷ് ഗോപി തിരിച്ചെത്തിയത് കേന്ദ്രമന്ത്രി എന്ന തലപ്പാവും അണിഞ്ഞുകൊണ്ടാണ്. തൃശൂരിൽ MP ആയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി കൂടി ആയതോടുകൂടി മണ്ഡലത്തിലെ എല്ലാ ജനങ്ങളും വളരെ സന്തോഷത്തിലാണ്. മണ്ഡലത്തിലെത്തിയ സുരേഷ് ഗോപിക്ക് എല്ലാവരും ചേർന്ന് വലിയ സ്വീകരണവും നൽകിയിരിക്കുന്നു. മേയർ എന്ന നിലയ്ക്ക് വർഗീസിനും കിട്ടി സമ്മേളനത്തിൽ പ്രധാന കസേര. പ്രസംഗിക്കാൻ ക്ഷണിച്ചപ്പോൾ ഇടതുപക്ഷ പ്രതിനിധിയായ MK വർഗീസ് മൈക്കിന് മുന്നിലെത്തി സുരേഷ് ഗോപി എന്ന BJP MPയെ വാനോളം പൊക്കിവിട്ടു. വർഗീസിന്റെ വാക്കുകളും പ്രസംഗങ്ങളും ചാനലുകളിലൂടെയും മറ്റും പുറത്തു വന്നതോടുകൂടി തൃശൂരിലെ ഇടതുപക്ഷ നേതാക്കൾക്ക് ഇരിക്കെ പൊറുതിയില്ലാതായി. തൃശൂരിലെ മേയർ കസേരയിലിരിക്കുന്ന MK വർഗീസിന് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ആദ്യം പ്രശംസിച്ച് സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് മേയർ പ്രസംഗത്തിനെത്തിയത്. അദ്ദേഹം സുരേഷ് ഗോപിയെയും പറ്റാവുന്ന വിധത്തിൽ പൊക്കി ഉയർത്തി. എന്നാൽ അവരുടെ വാക്കുകളിൽ പ്രാധാന്യമുള്ള മറ്റു ചില കാര്യങ്ങളും ഉണ്ടായിരുന്നു. തൃശൂരിന്റെ മേയർ എന്ന നിലയിൽ കേന്ദ്ര മന്ത്രി പദത്തിലെത്തിയ സുരേഷ് ഗോപി നേടിയെടുക്കാവുന്ന എല്ലാ വികസന പദ്ധതികളും തൃശൂരിനായി കൊണ്ടുവരണം എന്നാണ് മേയർ പ്രസംഗത്തിൽ പറഞ്ഞു വെച്ചത്. ആത്മാർത്ഥതയുള്ള ഒരു നേതാവ് എന്ന നിലയ്ക്ക് സുരേഷ് ഗോപിയുടെ കഴിവുകളിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും മേയർ പറഞ്ഞു വെച്ചു. സുരേഷ് ഗോപി തോൽപ്പിച്ചത് CPIയുടെ ജനകീയ നേതാവായ സുനിൽ കുമാറിനെയും കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവായ K മുരളീധരനെയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ലളിതമായി കാണേണ്ട നിസാര വിജയമായിരുന്നില്ല സുരേഷ് ഗോപി നേടിയെടുത്തത് എന്ന്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ മുതൽ തൃശൂരിൽ CPIക്കാരും CPMകാരും പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശൂർ മേയർ വർഗീസിന്റെ സുരേഷ് ഗോപിയെ പുകഴ്ത്തിയുള്ള പ്രസ്താവന പലതരത്തിൽ വളച്ചൊടിക്കുകയാണ് CPIയുടെ നേതാക്കൾ. മേയറായ വർഗീസ് BJPയിലേക്ക് കടക്കാനുള്ള നീക്കങ്ങളിലാണ് എന്നുവരെ CPI നേതാക്കൾ പറഞ്ഞു വെക്കുന്നു. വർഗീസിനെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ആവശ്യവും CPI മുന്നോട്ട് വയ്ക്കുകയാണ്. എന്നാൽ ഇതത്ര എളുപ്പത്തിൽ നടത്തിയെടുക്കാവുന്ന കാര്യവുമല്ല. തൃശൂർ നഗരസഭയിൽ മേയർ കസേരയിലിരിക്കുന്ന വർഗീസ് എന്ന ഒറ്റ ആളിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഇടതുമുന്നണിക്കുള്ളത്. കമ്മ്യൂണിസ്റ്റുകാർ വർഗീസിനെ കൂടുതലായി ശല്യപ്പെടുത്തിയാൽ അദ്ദേഹം ചിലപ്പോൾ കൂറുമാറുന്ന സ്ഥിതി സ്വീകരിച്ചേക്കും. അങ്ങനെ വന്നാൽ ഇടതുമുന്നണിക്ക് ഒരു കോർപ്പറേഷന്റെ ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ CPI നേതാക്കൾ എത്ര മീശ പിരിച്ചാലും CPM അതിനോട് യോജിക്കാൻ സാധ്യതയേയില്ല. ഇവിടെ മറ്റൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. നിലവിലെ ഇടതുപക്ഷ സർക്കാർ വികസനം കൊണ്ടുവരുന്ന സർക്കാർ എന്നാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സ്ഥിരമായി അവകാശപ്പെടുന്നത്. ഇതാണ് യാഥാർത്ഥ്യമെങ്കിൽ തൃശൂരിന്റെ വികസനത്തിനായി അവിടുത്തെ MP എന്ന നിലയിലും കേന്ദ്രമന്ത്രി എന്ന നിലയിലും സുരേഷ് ഗോപി എല്ലാ ശ്രമവും നടത്തണമെന്ന് മേയറായ വർഗീസ് മൈക്കിലൂടെ പറഞ്ഞാൽ എന്ത് അപാകതയാണ് അതിലുള്ളത്? അപ്പോൾ ഇതൊന്നുമല്ല കാരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിത പരാജയവും അതിലൂടെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഉണ്ടായിട്ടുള്ള ക്ഷീണവും മറച്ചുവെക്കാൻ പുതിയതായി കണ്ടെത്തുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്നല്ലാതെ സുരേഷ് ഗോപിക്കും മേയർ MK വർഗീസിനും മേലുള്ള ആരോപണങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാവുന്ന കാര്യമല്ല എന്നതാണ് വസ്തുത. എന്ത് തന്നെ വീരവാദങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ നിരത്തിയാലും തൃശൂരിലെ ജനങ്ങളെല്ലാം മറന്നുകൊണ്ട് രാഷ്ട്രീയം പോലും മാറ്റിവെച്ചുകൊണ്ട് സുരേഷ് ഗോപി എന്ന മനുഷ്യനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തു എന്നതിന്റെ തെളിവ് തന്നെയാണ് ആരും പ്രതീക്ഷിക്കാത്ത വമ്പൻ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി വിജയം നേടിയതിന് കാരണം. ഈ വസ്തുത തള്ളിക്കളയാൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ശ്രമിച്ചാൽ ഭാവിയിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ഈ ദുരന്തം ആവർത്തിക്കപ്പെടുക തന്നെയായിരിക്കും ചെയ്യുക എന്നത് മറക്കേണ്ടതില്ല. നന്ദി, നമസ്കാരം.